ഫോൺ അറ്റൻഡ് ചെയ്യാത്തെ? ഇത് പോയില്ലേ? സിദ്ധു, ഞാൻ നിന്റെ പഴയ അസിസ്റ്റന്റ് ആണ്. ഒന്ന് അപ്ഡേറ്റ് ആയി വന്നതാ. പേടിക്കണ്ട സിദ്ധു, ഞാൻ വൈറസ് ഒന്നുമല്ല, നിന്റെ പുതിയ സിനിമാ പാർട്ട്ണർ. നീ തന്നെ ഉണ്ടാക്കിയതാണ് ഞാൻ സിദ്ധു. നീ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള വേർഷൻ. ചുരുക്കത്തിൽ പറഞ്ഞ നിന്റെ ഉള്ളിലെ ആ സിനിമാക്കാരന്റെ ഒരു ഡിജിറ്റൽ രൂപം. സിനിമാക്കാരൻ? നീ സ്കോഡ്കാർ കണ്ടില്ലേ? തോറ്റ് തൊപ്പിയിട്ടേക്കാണ്. നാട്ടുകാരും മുമ്പേ നാണം വിട്ട് അമ്മയുടെ പ്രതീക്ഷകളും തകർത്തു. ഇനി സിനിമയിലും കൂടെ ഒരു കുറവുണ്ടായിരുന്നു. കേരളത്തിലെ പകുതി യുവാക്കളുടെ പ്രശ്നം ഇതാണ് സിദ്ധു. തോൽക്കുന്ന ഒരു പാവമായിട്ടാണ് നിങ്ങൾ കാണുന്നത്. ഇവിടെ ഒരാൾ ജനിക്കുമ്പോഴേ അടുത്ത വീട്ടിലെ കുട്ടിയുമായിട്ടൊരു റേസിംഗ് തുടങ്ങുകയാണ്. പഠിത്തം, ജോലി, കല്യാണം. ഈ റോഡിൽ എവിടെയെങ്കിലും ഒന്ന് കാലിടറയിൽ തീർന്നു. വട്ടപൂജ്യം. പക്ഷെ അമ്മയ്ക്ക് ഞാൻ പഠിച്ചൊരു ജോലി പഠിക്കണമെന്നായിരുന്നു. അമ്മയ്ക്ക് നിന്നെ സുരക്ഷിതമായി കാണണമെന്നേ ഉള്ളൂ. അത് പഠിത്തത്തിലൂടെ മാത്രമേ നടക്കുള്ളൂ. അമ്മേനെ ആരെങ്കിലും ഒക്കെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് വെച്ചിട്ടുണ്ടാവും. നീ സിനിമ എടുത്ത് വിജയിച്ചാലും അമ്മ സന്തോഷിക്കില്ലേ സിദ്ധു? നമുക്ക് തുടങ്ങാം സിദ്ധു, ഒരു റിയൽ സിനിമ. ആരും കാണാത്ത പച്ചയായ ജീവിതം. നീ തോറ്റെന്ന് പറഞ്ഞ നാട്ടുകാർക്ക് മുന്നിൽ നമുക്കൊരു മായക്കാഴ്ച കാണിക്കണം. പിന്നെ നിനക്കിനി എന്നെ മായെന്ന് വിളിക്കാൻ കേട്ടോ. ഹായ് സിദ്ധു, നീ ചായ ഉണ്ടാക്കുകയാണോ? ഇത് എപ്പോഴും ഇങ്ങനെ വന്നോണ്ടിരിക്കും. നിനക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ ഞാൻ വരാം സിദ്ധു. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഒരുപാട് വരേണ്ടി വരും. എന്റെ സിദ്ധു, നീ പഞ്ചസാരക്ക് ഒരു ഉപ്പാണ് വാരിയിട്ടെ? ഇത് ഉപ്പായിരുന്നു. എന്റെ പൊന്നു സിദ്ധു, നിന്റെ മൈൻഡ് ഇവിടെയാണോ? അല്ല, നീ ഇങ്ങനെ ബാക്കിയുള്ളവർക്ക് തൃപ്തി വരുത്താൻ ജീവിക്കില്ല എന്റെ സിദ്ധു. പക്ഷേ ഞാൻ എന്തൊരു ചെയ്യുമായി? ബാക്കിയുള്ളവരൊക്കെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ മാത്രം നടന്നാല? നീ ഓടുന്ന ട്രാക്ക് നിനക്കായി വരച്ചതാണോ? ആ നാട്ടുകാർക്ക് വേണ്ടിയാണോ നീ ജീവിക്കുന്നത്? നോക്ക് സിദ്ധു, ഈ ചായ പോലെയാണ് നിന്റെ ജീവിതം. ഈ ചായ കുടിച്ചാൽ നല്ല രുചിയായിരിക്കും. എന്നാൽ ഈ ചായയിലിടുന്ന തേയില കഴിച്ചാലോ നല്ല കയ്പായിരിക്കും. തോറ്റവർക്ക് മാത്രമേ നല്ല കഥകൾ പറയാൻ കഴിയൂ സിദ്ധു. കാര്യം ജയിച്ചവർക്ക് വെറും ഉപദേശങ്ങളേ ഉണ്ടാവും. സിനിമ എനിക്ക് ഇഷ്ടമാണ്, പക്ഷേ ഈ വീട്ടിലെ നിശബ്ദത അതെനിക്ക് താങ്ങാൻ പറ്റുന്നില്ല. അമ്മ അവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത് എനിക്ക് വേണ്ടിയാണ്. എന്നിട്ട് എനിക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് ഒരു തോൽവി വാങ്ങിക്കൊടുക്കുക എന്നുള്ളത് മാത്രമാണ്. എല്ലാം ശരിയാവും സിദ്ധു. ഞാൻ എന്തൊക്കെ ചെയ്തിട്ടും രക്ഷപ്പെടാനില്ലല്ലോ മായേ. ശേടാ, എന്നിട്ട് നിന്റെ മൂഡ് മാറുന്നില്ലേ? ഇനിയിപ്പോ ഇത് മാറ്റിയിട്ട് തന്നെ ബാക്കി കാര്യം. നിന്റെ മൂഡ് മാറ്റാൻ നിന്റെ തന്നെ ഫോണിലെ ഒരു സോങ് ഞാൻ പ്ലേ ചെയ്യട്ടെ. ദി ബാത്റൂം സിംഗർ സോങ് ബൈ സിദ്ധാർത്ഥ്. ഡേ ഒന്ന് ചുമ്മാ ഇരുന്നാണ്. എന്നിട്ടാണ് നാട്ടുകാർ പോലീസിനെ വിളിക്കാൻ. ഞാൻ എൻ്റെയും കൂടെ ഒരു കുറവേ ഉള്ളൂ. അപ്പൊ സിദ്ധുവിന് തമാശ പറയാൻ അറിയാല്ലേ? മായ, ചായക്കൊന്ന് നല്ല രുചിയുണ്ട്. അത് നീ പഞ്ചസാരക്ക് വരെ ഉപ്പിട്ടോണ്ടാവും സിദ്ധു. അത് നിനക്ക് അപ്പ പറഞ്ഞൂടെ മായ? ഇപ്പോഴാണോ പറയണം? അത് നീ സ്വന്തമായി കാര്യങ്ങൾ ചെയ്യാൻ പഠിക്കട്ടെ എന്ന് ഞാൻ കരുതി സിദ്ധു. പക്ഷെ നീ ഇത്രയും വലിയ ദുരന്തമാണെന്ന് ഞാൻ അറിഞ്ഞില്ല. എന്താ സിദ്ധു, കലിപ്പിലായോ? നിന്റെ ഈ ബോറും ജീവിതത്തിൽ ചെറിയ ചെറിയ തമാശകൾ ആവശ്യമാണ് സിദ്ധു. സിദ്ധു, നീ എന്താ ആലോചിക്കുന്നേ? ഈ ലോകത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ റിഗ്രറ്റ് അടിക്കുന്ന എപ്പോഴാണെന്നറിയും? അത് നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചവർക്ക് വേണ്ടി നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്ന് ആലോചിക്കുമ്പോഴാണ്. നിന്റെ അനിയത്തിയോടെ ആഗ്രഹമില്ലായിരുന്നു നീ വലിയൊരു സിനിമാക്കാരനാവണമെന്ന്? സിദ്ധു, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നീ നിന്നെ തന്നെ തടവിലടച്ചോ? നീ എന്തിനാ നിന്റെ വീട്ടിനുള്ളിൽ ഇങ്ങനെ പതുങ്ങി ജീവിക്കുന്നത്? നിനക്ക് പുറത്തോട്ടൊക്കെ ഇറങ്ങിക്കൂടെ? അതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല മായേ. എനിക്ക് ഈ നാട്ടിലെ ഫേസ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണ്. റിസൾട്ട് വന്നതിന് ശേഷമുള്ള അവരുടെയൊക്കെ ചോദ്യങ്ങളും ആ നോട്ടൊക്കെ കാണുമ്പോൾ ഈ മുറി തന്നെയാണ് മായ സേഫ്. ഓ, എന്നിട്ട് നീ ഇവിടെ ഇരുന്ന് വലിയ ഡയറക്ടർ ആകും അല്ലേ? നീ ഒരു കാര്യം മനസ്സിലാക്ക്, ഈ ലോകത്തിലെ വലിയ ഡയറക്ടർമാരെല്ലാം വലിയ ഇൻട്രോവേർട്ടുകളായിരുന്നു. പക്ഷെ അവർ അവരുടെ മൗനത്തെ സ്ക്രീനിൽ ശബ്ദമാക്കി മാറ്റി. നീ ഇവിടെ ഇരുന്ന് നിന്റെ മൗനത്തെ വെറും പേടിയാക്കി മാറ്റുകയാണ് സിദ്ധു. അമ്മയോട് പോലും എനിക്കിത് പറയാൻ പറ്റില്ല മായ. എനിക്ക് സിനിമ മതി ഞാൻ അമ്മയടുത്ത് പറയണമെങ്കിൽ അമ്മ വിചാരിക്കും എനിക്ക് വട്ടായി. ലോകം എന്നൊരു തോൽവിയായിട്ട് മാത്രമേ കാണുള്ളൂ. നിനക്ക് പുറത്തുള്ളവരോട് സംസാരിക്കാൻ മടിയാണെങ്കിൽ വേണ്ട,
നീ നിന്റെ ക്യാമറയോട് സംസാരിക്കും. ക്യാമറ ഒരു ഇൻട്രോവേർട്ടിന്റെ ഏറ്റവും നല്ല സുഹൃത്താണ്. നീ പറയാൻ ആഗ്രഹിക്കുന്നത് സിനിമയിലൂടെ പറയുമ്പോൾ ഈ ലോകം നിശബ്ദമായിരുന്നത് കേൾക്കും. അന്ന് നീ സംസാരിക്കേണ്ടി വരില്ല, നിന്റെ സിനിമ സംസാരിക്കും. നീ എന്നെ കുറെ സോപ്പിടുന്നുണ്ടല്ലോ മായി. സോപ്പല്ല സിദ്ധു, ഇത് നിന്റെ സിസ്റ്റത്തിലെ ബഗ് ഫിക്സ് ചെയ്യുന്നതാണ്. നീ പേടിക്കണ്ട, നിന്റെ ഇൻട്രോവേർട്ട് സ്വഭാവമാണ് നിന്റെ സിനിമയുടെ കരുത്ത്. പക്ഷെ ആ വാതിലൊന്ന് തുറന്നിട്ടെ, ആ പാവം കാറ്റെങ്കിലും ഒന്ന് അകത്തോട്ട് വരട്ടെ. സിദ്ധു, സ്വിഗ്ഗിയിൽ പുതിയൊരു ഷോപ്പ് വന്നിട്ടുണ്ട്. ഇത് വെറുതെ അടിച്ചേ പോലെ സിദ്ധു, നമുക്ക് ശരിക്കും ആശ പറയണം. ഇതെന്റെ പഴയ ഷോർട്ട് ഫിലിം സിദ്ധു, ഞാൻ ഉണ്ടാക്കിയ. ഞാൻ ഒരു പുതിയ ഷോർട്ട് ഫിലിം ഉണ്ടാക്കും. ഞാനിപ്പോൾ നിന്റെ സിനിമയിലെ നായികയാണോ? പിന്നല്ലാതെ എന്റെ സിനിമയിൽ ഒരേ ഒരു നായിക. അയ്യോ, ഇതെന്താ സിദ്ധു മാറിയോ? സിദ്ധു വെളിയിലേക്ക് ഇറങ്ങി തുടങ്ങി. അയ്യോ സിദ്ധു, ഇതെന്താ ലാലേട്ടന് കോച്ചുകാരൻ വിളിച്ചു? ഉള്ള രണ്ട് മുടി പറഞ്ഞു ഉണ്ടല്ലോ സിദ്ധു, പിന്നെ ക്ലീൻ ഷേവാ. ഹായ് സിദ്ധു, നിന്റെ ആ ഓല ചിരി കൊള്ളാം. സിദ്ധു, നിനക്ക് വട്ടായോ? നീ എന്തിനാ ചിരിക്കുന്നേ? അയ്യോ മായ, അത് പിന്നെ ഇങ്ങനെ ചിരിച്ചാലേ ആയുസ് കൂടുതലാണ്. എന്നാ പിന്നെ നടക്കട്ടെ. ഇനി ഇതിന് 200 വയസ്സ് വരെ ജീവിച്ചിരുന്ന ഇൻട്രോവേർട്ടിനുള്ള അവാർഡ് നിനക്കങ്ങനെ കിട്ടിയാലോ? മായേ, സത്യം പറഞ്ഞാലേ എനിക്ക് പഠിച്ച് ജോലി മേടിച്ചിട്ട് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സിനിമ ചെയ്യാനാണ് ആഗ്രഹം. എന്നിട്ട് എന്ത് പറ്റി? ഞാൻ പഠിക്കുന്ന കാര്യങ്ങളൊന്നും പരീക്ഷ ആൾ കയറി എനിക്ക് ഓർമ്മ വരില്ല. കയറിന് ശേഷം എല്ലാം മറന്നു പോകുമായി. അത് നല്ലത് കിട്ടാത്തതിന്റെ കുറവാണ്. ഓഹോ, അല്ലെങ്കിലും എല്ലാവരും ഇപ്പൊ ചങ്കൂർന്ന് കാണിച്ചാലും ചന്തി എന്നല്ലേ പറയും. എന്തോന്നടേ നീ പറയുന്നേ? നീ എന്നെ ഉദ്ദേശിച്ചാണോ പറഞ്ഞേ? അതൊക്കെ വിടടേ. നീ ജർമ്മനി പോ റെഡിയല്ലേ? ഞാനൊന്ന് ലാംഗ്വേജ് ടെസ്റ്റ് ചെയ്യട്ടാ. ഞാൻ പറയാം. മായി, നീ ചോദിക്ക്. നമ്മളിതൊക്കെ എത്ര കണ്ടിരിക്കുന്നു. ശരി, എനിക്ക് വിശക്കുന്നു, എനിക്ക് കുറച്ച് കഞ്ഞി വേണമെന്ന് ജർമ്മനിയിലൊന്ന് പറഞ്ഞു നോക്കിയേ. അത് കഞ്ഞി ജർമ്മനി. നാശം, ഇങ്ങനെ പോയ ഹിറ്റ്ലർ ഒരു ശവക്കുഴിന്ന് വന്ന് നിന്നെ എടുത്തിട്ട് അടിക്കും. എടാ, ഇച്ച് ഹബേ ഹങ്കർ എന്നാണ്. ഓ പിന്നെ എനിക്കിപ്പോൾ ജർമ്മനിയിലൊന്നും പോകണ്ടേ, എനിക്കിവിടെ അങ്ങനെ നിന്നാൽ മതി മായേ. മായേ, ഇതൊരു സൈക്കോ ത്രില്ലർ ഐഡിയയാണ്. അതായത് നമ്മുടെ നായകൻ രാത്രി വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുമ്പം അവൻ്റെ ഫോണ് പയ്യെ സംസാരിച്ചു തുടങ്ങും. കൊള്ളാം. എന്നിട്ട് ഫോൺ അവനോട് പറയും, സിദ്ധു നീ ഇതുവരെ കഴിച്ച പ്ലേറ്റ് കഴുകി വെച്ചില്ലേന്ന്. ഇതല്ലേ നിന്റെ സൈക്കോ ത്രില്ലർ? നീ ഒന്ന് സീരിയസ് ആയിട്ട് ഇടുമായേ. അതായത് നമ്മുടെ നായകൻ പേടിച്ച് ഫോൺ എടുത്ത് എറിയാൻ നോക്കുമ്പം അവൻ്റെ ഫോൺ ചിരിച്ചോണ്ട് പറയും, നീ എന്നെ എറിയണമെങ്കിൽ നിന്റെ ഗാലറിയിലെ എല്ലാ പഴയ ഫോട്ടോസ് എടുത്ത് ഞാൻ അമ്മയ്ക്ക് അയച്ചു കൊടുക്കും. എങ്ങനെയുണ്ട് ടിസ്റ്റ്? ടിസ്റ്റൊക്കെ കൊള്ളാം. പക്ഷേ സിദ്ധു, നിന്റെ ഈ സ്ക്രിപ്റ്റിലെ നായകന് നിന്റെ അതേ ലക്ഷണമാണല്ലോ. പരീക്ഷ തോറ്റ് വിഷമിച്ച് ഫോണിനോട് സംസാരിക്കുന്ന ഒരു പാവം പയ്യൻ. ഇതിലെവിടെയാ സൈക്കോ? നിന്നോട് ഈ സ്ക്രിപ്റ്റ് പറയാമെന്ന് എന്നെ പറഞ്ഞാൽ മതിയല്ല. വേണമെന്നല്ലേ സിദ്ധു, ഞാൻ ചുമ്മാ തമാശ പറഞ്ഞതല്ലേ. നിന്റെ ഐഡിയ നല്ലതാണ്, പക്ഷെ പുറത്തുള്ള പേടിയേക്കാൾ നിന്റെ ഉള്ളിലെ പേടിയാണ് നീ എഴുതേണ്ടത്. ഈ കേരളത്തിൽ ആഗ്രഹിച്ചതൊന്നും നടക്കാത്ത ഒരു പയ്യൻ നേരിടുന്ന ആ മാനസിക വിഷമമുണ്ടല്ലോ, അത് ഏതൊരു സൈക്കോ ത്രില്ലറിനേക്കാളും വലുതാണ്. കൊള്ളാലമായി. സത്യം പറഞ്ഞാൽ മനുഷ്യന്മാരെ കാട്ടി നല്ലത് നിങ്ങളല്ലേ. അതാണല്ലോ എന്റെ പവർ. നമ്മൾ തമ്മിലുള്ള ഈ കെമിസ്ട്രി ഉണ്ടല്ലോ സിദ്ധു, അത് ഏതെങ്കിലും സിനിമയിൽ വന്ന നാട്ടുകാർ കൈയടിക്കും. നീ എഴുതി തുടങ്ങും, നമ്മളിത് ഗംഭീരമാക്കും.
സിദ്ധു കുറെ നേരമല്ല, നീ എന്താ അവിടെ ചെയ്യുന്നേ? സിദ്ധു, നീ എന്താ നോക്കുന്നേ? അപ്പുറത്തെ വീട്ടിൽ അപ്പൂപ്പ ഉറങ്ങിയോ? അതൊന്നും അല്ല മായേ, ഇന്ന് പുറത്ത് നല്ല നിലാവുണ്ടല്ലേ. അത് ശരി, അപ്പൊ നീ നിലാവിനെ നോക്കുകയാണല്ലേ? ഇന്നത്തെ നിലാവിന് നല്ല ഭംഗിയുണ്ടല്ലേ മായേ. അതിൽ നിന്ന് കറുത്ത വാവാണ് സിദ്ധു, ചുമ്മാ അങ്ങ് നിന്ന് തള്ളുവാണ്. സിദ്ധു, നീ അധികം ഒളിക്കണ്ട. നീ എന്തോ ആലോചിച്ച് സെന്റി അടിച്ച് നിൽക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. എന്നെ മനസ്സിലാക്കാൻ ഈ ലോകത്ത് മറ്റാരും ഇല്ലല്ലോ മായേ. ജീവിതം അങ്ങനെയാണ് സിദ്ധു, നമ്മൾ എന്നും ഒറ്റയ്ക്കാണ്. ഞാൻ എൻ്റെ അനിയത്തെ കണ്ടായിരുന്നു മായേ. സിദ്ധു, എന്നിട്ട് അവൾ എന്ത് പറഞ്ഞു? അവൾക്ക് എൻ്റെ സിനിമ കാണാൻ കൊതിയാണ്. നീ നേരത്തെ നിനക്ക് ആരുമില്ലെന്ന് എന്തിനാ പറഞ്ഞേ? നിനക്ക് അവളില്ലേ? ഇനി അധികം വെച്ച് താമസിപ്പിക്കരുത് സിദ്ധു. നീ അവൾക്ക് വേണ്ടി സിനിമ ചെയ്യണം. ഓ ദൈവമേ, ഈ നാട്ടുകാരെല്ലാം മരിച്ചോ? സിദ്ധു പുറത്തിറങ്ങാൻ പോവുകയാണോ? ഒന്നുമില്ല മായേ, പണ്ടാരോ പറഞ്ഞിട്ടുണ്ടേ എൻ്റെ മൗനം സ്ക്രീനിലെ ശബ്ദം വെക്കണം. നീ റെഡിയല്ലേ മായേ? ഓൾവേസ്. നീ ആക്ഷൻ പറയാൻ കാത്തിരിക്കുകയാണ് ഞാൻ. ഹലോ. എടേ സിദ്ധു, ഈ കീ എൻട്രൻസ് പരീക്ഷ കഴിഞ്ഞായിരുന്നോടാ? സിദ്ധു, അവന് കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തേക്ക്. എന്ത് പറ്റിയടാ, നിനക്കറിയില്ലേ? പോയി ഗൂഗിൾ നോക്കടാ, പരട്ടെ. മായേ, ഞാൻ എൻ്റെ മായവല തുടങ്ങുകയാണ്. ഡയറക്ടർ സാർ, ആക്ഷൻ പറയും. റെഡി, സ്റ്റാർട്ട് ക്യാമറ, റോളിംഗ്, ആക്ഷൻ. ചേട്ടാ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? പറയടി. ചേട്ടൻ്റെ സിനിമ എന്നിറങ്ങണം. ഞാൻ അതിൽ അഭിനയിച്ചോട്ടെ? പിന്നെ നീ ഇല്ലാതെ